ഈ ഡിയ സിന്ദഗി സിനിമയിൽ ആലിയ ഭട്ട് അവതരിപ്പിച്ച കഥാപാത്രം കൈറ എന്ന് പറഞ്ഞിട്ടുള്ള അവർ ഓരോ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് ബായ് പറയാണ്. ആ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, പക്ഷെ അവർ എന്തോ ഒരു പേടി കൊണ്ട് ആ റിലേഷൻഷിപ്പിൻ്റെ അടുത്ത് എൻഡ് ചെയ്യാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇങ്ങനത്തെ ഒരു ടെൻഡൻസി കണ്ടുവരുന്നുണ്ട്. ചിലർ ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിലേക്ക് ചാടുന്നത് കംപ്ലീറ്റ്ലി ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കൺസെപ്റ്റ് ഓൾ ടുഗദർ. ചില വ്യക്തികൾക്ക് ഈ വാലിഡേഷൻ സീക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ ഇവർക്കൊരിക്കലും ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പ് നിൽക്കാൻ പറ്റില്ല. അവരൊരു റിലേഷൻഷിപ്പ് നിൽക്കുമ്പം അവർക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. ഞാൻ സീക്ക് ചെയ്യുന്ന ഒരു സപ്പോർട്ടും വാലിഡേഷനും കിട്ടാത്തപ്പം നാച്ചുറലി ദേ വിൽ ജമ്പ്. അപ്പം അവരടുത്ത റിലേഷൻഷിപ്പിലേക്ക് ജമ്പ് ചെയ്തില്ലേ അവർക്ക് പറ്റും. അപ്പം ചിലർ ഇതിനൊരു ടൂളായിട്ട് യൂസ് ചെയ്യും. അതായത് ഞാൻ അടുത്ത റിലേഷൻഷിപ്പിലേക്ക് ചാടണമെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എനിക്ക് എന്തെങ്കിലും പറഞ്ഞത് ക്ലോസ് ചെയ്തല്ലേ പറ്റും. സോ ആ ഒരു ടെൻഡൻസി ചിലർ ദേ വിൽ കീപ് ജമ്പിങ്. മറ്റ് ചിലർ ഇപ്പം നമ്മൾ ഈ അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ഒക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് അറ്റാച്ചായി നിൽക്കുന്ന രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ചിലർ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പം ചില റിലേഷൻഷിപ്സിൽ ചില വ്യക്തികൾ ഈ ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പാർട്ട്ണറോട് അമിതമായിട്ട് ക്ലിങ് ചെയ്ത് നിൽക്കാൻ നോക്കും. ഈ ചെറുപ്പം തൊട്ടേ ട്രോമാറ്റിക് ആയിട്ടുള്ള ചൈൽഡ്ഹുഡുള്ള വ്യക്തികൾ അല്ലെങ്കിൽ വളരെ ലോ സെൽഫ് എസ്റ്റീം സെൽഫ് വർത്തുള്ള വ്യക്തികൾ അവരുടെ റിലേഷൻഷിപ്പിൽ അവരുടെ പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് അമിതമായിട്ട് ക്ലിങ് ചെയ്ത് നിൽക്കാൻ നോക്കും. എൻ്റെ ലൈഫിൻ്റെ എല്ലാം എൻ്റെ പാർട്ട്ണറാണ്, എൻ്റെ പാർട്ട്ണർ അല്ലാതെ എനിക്കൊന്നുമില്ല എന്ന് തിങ്ക് ചെയ്ത് പാർട്ട്ണറിനെ അവരുടെ എല്ലാമായി വെക്കും. എന്നാൽ മറ്റു ചിലരുണ്ട് അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ളവരുണ്ട്. അതായത് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷെ എൻ്റെ കംഫർട്ട് സോണിൽ കയറി വരില്ല. അതായത് മാറി നിന്നു, എന്നെ സ്നേഹിച്ചോ പക്ഷെ മാറി നിൽക്കണം. എൻ്റെ കംഫർട്ട് സോണിൽ വന്നാൽ ഞാൻ നിങ്ങളെ പുഷ് ചെയ്ത് പുറത്തു കൊണ്ടുപോകും. അങ്ങനെ തിങ്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഈ അവോയ്ഡൻ്റ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുകാരും അവരുടെ റിലേഷൻഷിപ്സും പൊതുവേ സ്റ്റഡി ആവില്ല. ആങ്ഷ്യസുകാരുടെയും സ്റ്റഡി അല്ല. അപ്പം ഇങ്ങനത്തെ പല റിലേഷൻഷിപ്പ് ചാടുന്ന വ്യക്തികളെ നമുക്കിത് ഏത് രീതിയിലും കാണാം.